2 ദിവസമായിട്ടേ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വഴക്ക് കുറവായിരുന്നു. അതുകൊണ്ടായിരുന്നു കണ്ടന്റ് കുറവ് വന്നത്. ഏതായാലും രാവിലെ തന്നെ അവർ അംഗം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിരുന്നു ഇന്നലെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ കണ്ടത് എന്ന് തോന്നുന്നു. രാവിലെ തന്നെ ജിൻഡോ അടുക്കളയുടെ ഭാഗത്തൂടെ പോയപ്പം നമ്മളെ അർജുനും ഫ്രീദും ഒക്കെ നിന്ന് ആഹാരം ചൂടാക്കുന്നുണ്ട്. പഴയ ആഹാരമാണ്, അതെല്ലാം ചൂടാക്കി വെക്കുന്നുണ്ട്. രാവിലെ ഒത്തിരി ആഹാരം പഴയതിരിക്കുന്നു, അത് തീർന്നതിന് ശേഷം പുതിയത് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള തീരുമാനമായിരുന്നു അവർക്ക്. അടുക്കള അവരുടെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ ജാസ്മിനും ഒക്കെ വന്നപ്പം പുതിയ ആഹാരം ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ട് പുതിയ ആഹാരം ഉണ്ടാക്കിയില്ല? അപ്പം ജിൻഡോ അതിലേക്കൂടെ പോയി, താൻ ഇവിടുത്തെ ക്യാപ്റ്റനാണു, എന്തുകൊണ്ട് പുതിയ ആഹാരം ഉണ്ടാക്കിയില്ല? അപ്പം ജിൻഡോ പറയുന്നു പഴയ ആഹാരങ്ങൾ ഒത്തിരി ഇരിക്കുന്നു, അതുപോലെ ഫ്രീദും അർജുനും ചൂടാക്കുന്നത് കണ്ടു, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞപ്പം ജാസ്മിൻ അടുത്തടിച്ച പോലെ അത് പഴയ ആഹാരം കഴിക്കാത്തവരൊക്കെ ഒത്തിരി പേരുണ്ട്, ഋഷി പഴയ ആഹാരം കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നു, പുതിയ ആഹാരം ഉണ്ടാക്കണം എന്നൊക്കെ ജിൻഡോ എടുത്ത് പറയുന്നുണ്ട്. ജിൻഡോ പറയുന്നു അത് കഴിച്ചില്ലെങ്കിൽ അന്നേരം നോക്കാം എന്ന് ജിൻഡോ ഒഴിഞ്ഞ മട്ടിലങ്ങ് പോകുന്നു. അപ്പം ഈ ആഹാരം ചൂടായിട്ടില്ല. അന്നേരം ജിൻഡോ തന്നെ അർജുനെ വിളിച്ചുകൊണ്ട് വന്ന് അർജുനെ കാണിക്കുന്നുണ്ട്, അർജുനൻ ചൂടാക്കിയതാണ് എന്ന് പറയുന്നു. അപ്പം അതങ്ങനെ ഇന്ന് കഴിഞ്ഞപ്പോഴത്തേന് ജിൻഡോ എടുത്ത് പറയുന്നു താൻ ഇവിടുത്തെ ക്യാപ്റ്റനാണു എന്നൊക്കെ വീണ്ടും തുടർച്ചയായിട്ട് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞു നീ പോടി എന്ന് പറയുന്നു. അപ്പോഴത്തേന് ജാസ്മിൻ അതേ കയറി പിടിച്ചു, എന്നെ പോടി എടി പോടി എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അത്രയും നേരം ജിൻഡോയെ താൻ ഇവിടുത്തെ ക്യാപ്റ്റനാണു, താൻ എന്താണു, താൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ പൊടിയെന്ന് വിളിച്ചപ്പോൾ പൊടിയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അത് നല്ല തമാശയല്ലേ? ജാസ്മിനെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം, മത്സരാർത്ഥികൾ പ്രത്യേകിച്ച് ജിൻഡോയോട് ഒരു പരസ്പര ബഹുമാനത്തോട് സംസാരിക്കാൻ അറിയില്ല. അത് പലപ്പോഴും തെളിയിച്ചിട്ടുള്ള. അതിനിടയിൽ ജാസ്മിൻ പറയുന്നുണ്ട് തൻ്റെ യഥാർത്ഥ സ്വഭാവം ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് നാട്ടുകാരെല്ലാം കണ്ടതാണ്. അപ്പം സത്യം പറഞ്ഞാൽ അന്നേരം തന്നെ ജിൻഡോ പറയുന്നുണ്ട് എൻ്റെ സ്വഭാവം ഒരു ദിവസമല്ലേ ഇത് കണ്ടുള്ളൂ, നിൻ്റെ 80 ദിവസമായിട്ട് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്ന് ഒരടിയം കൊടുത്തു. സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടെന്നത് 80 ദിവസമായി ജാസ്മിൻ കാണിച്ചതിൽ കൂടുതലൊന്നും ജിൻഡോ ഒരു ദിവസം കൊണ്ട് ലാലേട്ടനെ മുന്നിൽ വെച്ച് കാണിച്ചില്ലല്ലോ, അല്ലേ? അതുപോലെ ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിനോട് വീട്ടിൽ നിന്ന് വാപ്പായും ഉമ്മയൊക്കെ വന്നപ്പം പറഞ്ഞിട്ടുള്ളതാണ്, ജിൻഡോയെ പ്രത്യേകിച്ച് എടോ പോടോ മറ്റവനെ മറിച്ചവനെ ഒന്നും വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടും അതിനൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് രാവിലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതായാലും ജിൻഡോ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. ഏതായാലും കുറച്ച് ദിവസം ജിൻഡോ ഒന്ന് സൈലൻ്റ് ആയിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ രാവിലെ തന്നെ ജിൻഡോ തുടങ്ങിയിട്ടുണ്ട്, ജാസ്മിനെ ഏറ്റുപിടിച്ചിട്ടുണ്ട്. അപ്പം കണ്ടൻറ്റുകൾക്ക് വലിയ ക്ഷാമം ഇനി ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ശോകമായിരുന്നു അവസ്ഥ. ജിൻഡോ മിണ്ടാതിരുന്നു, അവസ്ഥ ശോകമായിരുന്നു. ഇനി അതുണ്ടാവില്ല.